എല്ലാവർക്കും നമസ്കാരം. ഈ വേദിയിലെ ഈ ദിവസത്തിലെ ആദ്യത്തെ സെഷനാണ് ഇതെന്ന് മനസ്സിലാക്കുന്നു. രാവിലെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് കടവ് വേദിയുമായി ബന്ധപ്പെട്ട് മനസ്സിലാകുന്നത്. ഇന്ന് ജനുവരി 11 നാളെ ഒരു ദിവസം കൂടി നീണ്ടു നിൽക്കുന്ന ഒരു ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി യുവാക്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പല വിഷയങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നു. അതിലെ ആരോഗ്യം എന്ന് പറയുന്ന വിഷയം, ആ വിഷയം സംസാരിക്കാൻ ഇന്ന് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ ആധികാരികമായി സംസാരിക്കാൻ പറ്റുന്ന 2 വ്യക്തിത്വങ്ങളാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നേരത്തെ തന്നെ നിങ്ങളോട് അത് വളരെ കൃത്യമായി കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായിട്ടുള്ള നിങ്ങൾക്ക് ഡോക്ടർ ബി ഇക്ബാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഇടപെടലുകൾ അറിയാം. കുറച്ച് വർഷങ്ങളായി എങ്ങനെയാണ് ഒരു മന്ത്രി എന്നുള്ള രീതിയിൽ കേരളത്തിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതും വളരെ കൃത്യമായി നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചുകൊണ്ടാണ് മിനിസ്റ്റർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം എല്ലാവരുടെയും അറിവിലേക്കായിട്ട് നമുക്ക് ഈ കേരള മോഡൽ എന്ന് നമ്മൾ കുറേ കേൾക്കാറുണ്ട്. കുറേയൊക്കെ മനസ്സിലാക്കാനും നിങ്ങളൊക്കെ ശ്രമിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് കേരള മോഡൽ ആരോഗ്യത്തിൽ വളരെയധികം പ്രസക്തമായിട്ടുള്ള ഒരു വാക്കാണ്. എനിക്ക് തോന്നുന്നു ആ മോഡലിനെ WHO വരെ അംഗീകരിച്ചതുമാണ്. കേരള മോഡലിനൊരു ഡെഫിനിഷനും തന്നിരുന്നു. അപ്പോൾ നമുക്ക് ആ മോഡൽ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതിനേക്കാൾ കൂടുതൽ അതിൽ നിന്ന് നമ്മുടെ സമൂഹത്തിന് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനുള്ളത് എന്തൊക്കെ എന്നുള്ളതും അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ എങ്ങനെ കടക്കണം എന്നുള്ളതിൻ്റെയും ഒരു വിശകലനം ആദ്യം നടത്താം. ഇക്ബാൽ സാർ, അപ്പോൾ എന്തായിരുന്നു കേരള മോഡൽ? ഇത് ആദ്യം ഇക്ബാൽ സാറിൻ്റെ അടുത്ത് ചോദിച്ച് മിനിസ്റ്ററിലേക്ക് അത് എത്തിക്കാനുള്ളൊരു രീതിക്ക് വേണ്ടിയാണ്. എന്തായിരുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ പൊതുജനാരോഗ്യ മേഖലയിലെ വ്യത്യാസം, ഇടപെടലുകളുടെ വ്യത്യാസം, എങ്ങനെയാണ് അത് ഇത്രയധികം ശ്രദ്ധ പിടിച്ചു പറ്റിയത്? ഈ കേരള ആരോഗ്യ മാതൃക എന്നുള്ള പ്രയോഗം സത്യത്തിൽ കേരളത്തിലുള്ളവരല്ല നടത്തിയിട്ടുള്ളത്. നേരത്തെ സാർവദേശീയ ഏജൻസികളായിട്ടുള്ള, കേൾക്കാമല്ലോ അല്ലേ, ഏജൻസികളായിട്ടുള്ള ലോകാരോഗ്യ സംഘടന തുടങ്ങിയ സാർവദേശീയ പ്രസ്ഥാനങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ലോകാരോഗ്യ സംഘടന തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയുണ്ട്. കേരള ആരോഗ്യ മേഖലയെ അവർ വിശേഷിപ്പിക്കുന്നത് ഗുഡ് ഹെൽത്ത് അറ്റ് ലോ കോസ്റ്റ്, ഗുഡ് ഹെൽത്ത് വിത്ത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വിറ്റി എന്നാണ്. ഏറ്റവും മികച്ച ആരോഗ്യം, ഏറ്റവും ചിലവ് കുറഞ്ഞ ഏറ്റവും മികച്ച ആരോഗ്യം, അത് സാമൂഹ്യനീതിയുടെയും തുല്യതയുടെ അടിസ്ഥാനത്തിൽ ലഭ്യമാക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഈ കേരള ആരോഗ്യ മാതൃക ഒരു കാലത്ത് സാർവദേശീയമായി ചർച്ച ചെയ്യപ്പെട്ടത്. ഞാൻ വളരെ വിനയപൂർവ്വം പറയട്ടെ, ഇപ്പോൾ കേരള ആരോഗ്യ മാതൃക എന്ന് പറയുന്നത് ഉചിതമല്ല എന്ന അഭിപ്രായമാണ് എൻ്റേത്. കേരളത്തിൽ ഇപ്പോഴുള്ള ആരോഗ്യ എന്ന് പറഞ്ഞാൽ ഭരണപരമായിട്ടുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. ഇന്ന് നിലവിലുള്ള ജനങ്ങളുടെ ആരോഗ്യമായി തട്ടിച്ചു നോക്കുമ്പം കേരളം അത്ര നല്ല ഒരു മാതൃക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പല കാരണങ്ങളുമുണ്ട്, അതിലേക്ക് നമുക്ക് പിന്നീട് കിടക്കാം എന്ന് കരുതുന്നു. ഞാൻ തന്നെ 2013 എൻ്റെ ഓർമ്മ. അന്ന് കേപ്പ് ടൗൺ യൂണിവേഴ്സിറ്റിയിലെ പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റായ ഡേവിഡ് സാൻഡേഴ്സ്, കേരളത്തെക്കുറിച്ച് ധാരാളം എഴുതിയിട്ടുള്ള ഒരാളാണ് ഡേവിഡ് സാൻഡേഴ്സ്. അദ്ദേഹം എന്നോടൊരു പ്രബന്ധം അവതരിപ്പിക്കാൻ പറഞ്ഞു കേരളത്തെക്കുറിച്ച്. അവർ പ്രതീക്ഷിച്ചത് ഈ കേരള മാതൃകയാണ്. പക്ഷേ എൻ്റെ പേപ്പറ് കേരള ഹെൽത്ത് മോഡൽ ഫ്രം സക്സസ് ടു ക്രൈസിസ് എന്നായിരുന്നു. എനിക്ക് തോന്നുന്നു സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം എമർജിംഗ് ട്രെൻഡ്സ് ഇൻ കേരള ഇക്കോണമി എന്ന് പറയുന്ന ഒരു പുസ്തകം 10 വർഷം മുമ്പ് പ്രസിദ്ധീകരിച്ചതിൽ ഈ പ്രബന്ധം ഞാൻ പുസ്തകം തന്നെ ഇറക്കിയിട്ടുണ്ട്. കേരള ശ്രദ്ധിക്കപ്പെട്ടില്ല. കേരള ആരോഗ്യ മാതൃക വിജയത്തിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് നിന്നുകൊണ്ട് ഒരു പുസ്തകം തന്നെ എൻ്റേത് മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിരുന്നു. ആ കാര്യത്തിൽ അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. എന്തുകൊണ്ടാണ് ഇന്ന് കേരളം ആരോഗ്യ മേഖല പ്രതിസന്ധികളെ നേരിടുന്നതെന്ന് ഞാനിപ്പോൾ പറയണതോ മന്ത്രി? അത് ഫോളോ അപ്പ് ചോദ്യമായിട്ട് അങ്ങനെ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ വന്നിരിക്കുന്നത് തന്നെ DYFI കേരളത്തിലെ യുവാക്കളെ പ്രതിനിധാനം ചെയ്യുന്ന ഏറ്റവും വലിയ ഊർജ്ജസ്വലമായ പ്രസ്ഥാനമാണ് DYFI. രാഷ്ട്രീയ ഭിന്നതയില്ല. ഞാനൊരു ഇടതുപക്ഷ ചിന്തകനായതുകൊണ്ട് പറയല്ല, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് DYFI ഏറ്റെടുക്കേണ്ട ഈ പ്രതിസന്ധി പരിഹരിക്കാൻ DYFI ഏറ്റെടുക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് എന്നുകൂടി സൂചിപ്പിക്കട്ടെ. ഇപ്പോൾ കേരള മോഡലുമായി ബന്ധപ്പെട്ട് അതിനെ കരുതി പോന്നിരുന്നതിൽ 2 വാക്കുകൾ നേരത്തെ സൂചിപ്പിച്ചു, സോഷ്യൽ ജസ്റ്റിസും ഇക്വിറ്റിയും. ഈ 2 വാക്കുകൾ, അതായത് ഇക്ബാൽ സാർ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. പക്ഷെ അത് കഴിഞ്ഞ 8-10 വർഷങ്ങൾക്ക് ഇടയിൽ വലിയ മാറ്റങ്ങളിലൂടെ കടന്നുപോയി എന്നും അതൊരു ക്രൈസിസിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളൊരു കൃത്യമായ വിലയിരുത്തലും അദ്ദേഹം 10 വർഷം മുന്നേ തന്നെ പറഞ്ഞിരുന്നു എന്നാണ് സൂചിപ്പിച്ചത്. അതിൻ്റെ ഇപ്പോഴത്തെ പ്രസൻറ്റ് കാലത്തിലെ കാര്യങ്ങൾ എന്താണെന്നുള്ളതും ചോദിച്ചറിയാം.
മിനിസ്റ്റർ നമസ്കാരം. നമസ്കാരം. ഈ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ അങ്ങനെയാണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ളൊരു വകുപ്പ് കഴിഞ്ഞ 3.5 വർഷമായി കൈകാര്യം ചെയ്യുന്നു. ആ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ഇപ്പം നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മുന്നിൽ നമ്മൾ എന്തിനു വേണ്ടിയാണോ ആഘോഷിക്കപ്പെട്ടത്, നമ്മുടെ ഹെൽത്ത് സെക്ടറിൻ്റെ ആ ഒരു സ്വീകാര്യത, പ്രത്യേകിച്ച് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴാണെങ്കിലും വിദേശ രാജ്യങ്ങളിലെ ഹെൽത്ത് സ്റ്റാൻഡേർഡ്സുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമ്മൾ കൈവരിച്ചൊരു ഔന്നത്യമുണ്ട്. അത് നിലനിർത്തി പോരുക എന്നുള്ളത് ഒരു വെല്ലുവിളിയാണ്. അതിനേക്കാൾ ഉപരിയായി കഴിഞ്ഞ 4 വർഷങ്ങൾക്കിടയിൽ കോവിഡിന് ശേഷം ആ മിനിസ്റ്ററി ഏറ്റെടുക്കേണ്ടി വന്ന ഒരു മിനിസ്റ്ററും കൂടിയാണ്. അപ്പോൾ കഴിഞ്ഞകാല അനുഭവങ്ങളിൽ മിനിസ്റ്റർ അഭിപ്രായത്തിൽ ഈ പറയുന്ന കേരള മോഡൽ ഓഫ് ഹെൽത്ത് എന്ന് പറയുന്നതിന് നമ്മുടേതായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ എന്നുള്ള രീതിയിൽ ഈ സർക്കാരിൻ്റെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ എന്നുള്ളതിൻ്റെയൊക്കെ രീതിയിൽ ഒരു പോളിസി മേക്കിങ്ങിലേക്ക് എന്തൊക്കെയാണ് ഉൾച്ചേർക്കാൻ സാധിച്ചത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. താങ്ക് യു. ആദ്യം ഒരു വാക്ക്, ഇവിടെ പറഞ്ഞതുപോലെ DYFI യുവധാരയുടെ ഈ യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്തൊരു ആഘോഷമാണ്, എന്തൊരു മാതൃകയാണ്. അതിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഒന്ന് നോക്കൂ, എത്ര ആശയങ്ങൾ, എത്ര വൈവിധ്യമാർന്ന ആശയങ്ങൾ നമ്മുടെ ഇവിടെ ആഘോഷിക്കപ്പെടുകയാണ്. നമുക്ക് അന്യമായി പോകുന്ന ഇതുപോലെയുള്ള പൊതു ഇടങ്ങളെ ബോധപൂർവം കൊണ്ടുവരുന്ന DYFIക്ക് ഹൃദയപൂർവ്വമായിട്ടുള്ള അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. കേരള സർക്കാർ ആരോഗ്യ വകുപ്പ് ഇതിനെ കാണുന്നത്, അതിൻ്റെ സമീപനമാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ബഹുമാനായിട്ടുള്ള ഡോക്ടർ ഇക്ബാൽ സർ പറഞ്ഞതുപോലെ നമ്മുടെ കേരള മോഡൽ എന്നുള്ളത് മറ്റുള്ളവർ വാഴ്ത്തിയതാണ്. എങ്ങനെയാണ് വാസ്തവത്തിൽ കേരള മോഡൽ ഉണ്ടായത്? ഇപ്പോൾ 2023 ലക്ഷ്യം വെച്ചുകൊണ്ട് ലോകാരോഗ്യ സംഘടന സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ, സുസ്ഥിര വികസന സൂചിക, അതിൽ 3ാമത്തെ കാര്യമാണ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽനെസ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നവോത്ഥാന കാലഘട്ടത്തിൽ തുടങ്ങി ഇപ്പോൾ ശ്രീനാരായണ ഗുരു 5 ശുദ്ധികളെക്കുറിച്ച് പറഞ്ഞു. ആ പഞ്ചശുദ്ധികളിൽ ശരീരശുദ്ധി, വാക്ശുദ്ധി, കർമ്മശുദ്ധി, ആഹാരശുദ്ധി, മനഃശുദ്ധി. ഒരു കോവിഡാനന്തര കാലത്ത് കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഡോക്ടർ സരിൻ പറഞ്ഞത്, ഈ ഗവൺമെൻറ് വരുന്നത് കോവിഡിൻ്റെ 2ാം തരംഗത്തിൻ്റെ തുടക്കത്തിലാണ്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി പിന്നീട് ആദ്യത്തെ കേരളത്തിലെ സർക്കാർ യശശരീരനായ സഖാവ് EMSൻ്റെ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അന്ന് നമ്മുടെ നിയമസഭ പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങൾ, അതിൽ സാർവത്രിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് സൗജന്യ വിദ്യാഭ്യാസവുമായി, അതായത് കേരളത്തിൻ്റെ സാമൂഹ്യ പരിസ്ഥിതിയെ നമ്മൾ ഇങ്ങനെ കാണാം, ഉഴുതുമറിക്കപ്പെട്ട നവോത്ഥാന കാലഘട്ടത്തിൽ ഉഴുതുമറിക്കപ്പെട്ട ഒരു ഭൂമിക, അവിടെ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം, അവിടെ നിന്ന് നമ്മൾ എത്തപ്പെടുന്നത് കേരള സംസ്ഥാന രൂപീകരണം, ആദ്യത്തെ സർക്കാർ. ഈ സാർവത്രിക വിദ്യാഭ്യാസ നിയമത്തിലൂടെ എല്ലാവർക്കും സൗജന്യ വിദ്യാഭ്യാസമാണ്. അതായത് നമുക്ക് മികച്ച വിദ്യാഭ്യാസ മുന്നേറ്റങ്ങളും മികച്ച സാമൂഹ്യ ബോധ്യങ്ങളും ഉണ്ടായി. ഭൂപരിഷ്കരണം, അതാണ് നേരത്തെ പറഞ്ഞത്, നമ്മുടെ സാമൂഹിക സോഷ്യൽ ഇക്വിറ്റിയെക്കുറിച്ച് പറയുകയുണ്ടായി. അപ്പോൾ വിദ്യാഭ്യാസ മുന്നേറ്റത്തിൻ്റെയും സാമൂഹ്യ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്താണ് രൂപപ്പെട്ടത് നമ്മൾ കണ്ടു. അന്ന് നമ്മുടെ ആയുസ് 45 വയസ്സായിരുന്നു ശരാശരി ആവറേജ് ഏജ്. അതായത് കേരളത്തിലെ ഒരാളുടെ ആയുർദൈർഘ്യം 45 ആയിരുന്നു. അത് അന്ന് നമ്മൾ കണ്ടു. ജനിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ മരിക്കാൻ പാടില്ല. എങ്ങനെയാണ് ഈ ബോധ്യം ഉണ്ടായത്? നമ്മുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിലൂടെയാണ് ഉണ്ടായത്. ഇവിടെ നടന്ന സാമൂഹിക പരിവർത്തനങ്ങളിലൂടെയാണ് ഉണ്ടായിട്ടുള്ളത്. അത് എല്ലാവർക്കും, എല്ലാ വിഭാഗങ്ങൾക്കും വേണമെന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ ജനിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ മരിക്കാൻ പാടില്ല, ജനിക്കുന്ന പ്രസവ സമയത്ത് ഒരു സ്ത്രീ മരിക്കാൻ പാടില്ല, ഈ വസൂരി പോലുള്ള അല്ലെങ്കിൽ അതുപോലുള്ള രോഗങ്ങൾ കാരണം ആളുകൾ മരണപ്പെട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല, ആയുർദൈർഘ്യം. അവിടെ നിന്നാണ് നമ്മൾ വാസ്തവത്തിൽ ദീർഘവീക്ഷണത്തോടെയുള്ള ഇടപെടലുകൾ തുടങ്ങുന്നത്. 2030 ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, അതായത് നവജാത ശിശു മരണ നിരക്ക് 6 ആകണമെന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞു ഇന്ത്യയിൽ. അതായത് 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 6 കുഞ്ഞുങ്ങളെ മരിക്കാൻ പാടുള്ളൂ. നമ്മളിത് അച്ചീവ് ചെയ്തു എപ്പോഴാണെന്നറിയോ? 2021 തന്നെ 6 ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ, ഇന്ന് 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 4.3 കുഞ്ഞുങ്ങൾ മാത്രമേ കേരളത്തിൽ മരിക്കുന്നുള്ളൂ. അത് മരിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, മാതൃമരണ നിരക്ക് ഏറ്റവും കുറവ് കേരളത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളവർ ജീവിക്കുന്ന ഇടം കേരളമാണ്. 76 വയസ്സാണ്. 80 വയസ്സ് സ്ത്രീകൾക്കും 73, 74 വയസ്സ് പുരുഷന്മാർക്കും. ഞാൻ അടുത്തിടെ ലോകബാങ്കിൻ്റെ ആനുവൽ മീറ്റിംഗ്സിൻ്റെ ഭാഗമായി, സാധാരണ രാഷ്ട്രങ്ങളെയാണ് വിളിക്കുന്നത്, അവർ നമ്മളെ വിളിച്ചു, കേരളത്തെ വിളിച്ചു.
അപ്പോൾ ഈ ഡേറ്റ അവതരിപ്പിക്കുമ്പം അവർ അത്ഭുതം കൂറുകയാണ് മറ്റ് രാഷ്ട്രങ്ങൾ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുമായി, നെതർലൻഡ്സുമായി ഒക്കെ ആയിട്ടും അതോടൊപ്പം അമേരിക്കൻ ഐക്യനാടുകളുടെ ഡേറ്റയുമായിട്ട് തുല്യമാണ് നമ്മുടെ ഈ ഹെൽത്ത് ഇൻഡിസസ്. അപ്പം മികച്ച ആരോഗ്യ സൂചകങ്ങൾ നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. അതാണ് ഒന്നാം കേരള മോഡലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വന്നിട്ടുള്ളത്. നമ്മൾ ആരോഗ്യ വകുപ്പ് ഇതിനെ കാണുന്നത് നമ്മൾ രണ്ടാം കേരളം മോഡൽ അതിനുള്ള പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം. അതാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ ഇക്ബാൽ സാർ പറഞ്ഞത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ കോവിഡ് കാലത്ത് കേരളത്തെ സംബന്ധിച്ച് കോവിഡ് ആകട്ടെ ഏത് പകർച്ചവ്യാധിയാകട്ടെ മറ്റൊരു സംസ്ഥാനം ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിനെ പോലെയല്ല, നമ്മുടെ ഒരു പ്രദേശം കഴിഞ്ഞിട്ട് ഒരുപാട് കിലോമീറ്ററുകൾ കഴിഞ്ഞിട്ടല്ല മറ്റൊരു ഗ്രാമം. അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു വലിയ മഹാനഗരം പോലെയാണ്. പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ കൂടുതലാണ്. പ്രായമുള്ളവരുടെ ജനസംഖ്യയിലെ അവരുടെ സാന്നിധ്യം കൂടുതലാണ്. 2026 ആവുമ്പോൾ 5 പേരെ എടുത്താൽ ഒരാൾ 60 വയസ്സിന് മുകളിലുള്ളവരാണ്. എന്തുകൊണ്ടാണ്? അത് നമ്മുടെ നേട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മുടെ ആയുർദൈർഘ്യം കൂടിയതുകൊണ്ടാണ്. അതായത് ജനസംഖ്യയുടെ 20% 60% മുകളിൽ വരുന്ന ഒരു സമൂഹമാണ് കേരള സമൂഹം. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മുടെ ചാലഞ്ചസ് ആണ്. അത് മാത്രമല്ല, നമ്മുടെ വളരെ ഒരു മൂവിങ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ തൊഴിൽ തേടി കേരളത്തിലേക്ക് വരുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ പുറത്തേക്കും പോകുന്നുണ്ട്. നമ്മുടെ ഒരു ക്ലോസ്ഡ് കമ്മ്യൂണിറ്റി അല്ല. അപ്പോൾ ധാരാളമായിട്ട് ആളുകൾ ഇപ്പോൾ ചൈനയിൽ 2020 കോവിഡ് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം 2021 തുടക്കത്തിൽ തൃശ്ശൂരിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തു. അവിടെ നിന്ന് പഠിക്കാൻ പോയൊരു വിദ്യാർത്ഥിനി. പിന്നീട് നമ്മൾ കണ്ടു റാന്നിയിൽ വന്ന ഒരു കുടുംബത്തിൽ. ഇപ്പോൾ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് വന്നപ്പോഴും ഈ മീഡിയ വാർത്തകളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വളരെ അലേർട്ടായി. നമ്മളൊന്ന് പരിശോധിച്ചു എന്താണിത്, ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ആദ്യമേ തന്നെ നമ്മൾ കണ്ടെത്തി. അപ്പോൾ നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ സ്ഥിതിയും ഇവിടേക്ക് ആളുകൾ തൊഴിൽ തേടി വരും. അതുകൊണ്ട് നമ്മൾ നിർമ്മാർജ്ജനം ചെയ്ത പല രോഗങ്ങളും ഇവിടേക്ക് തിരിച്ചു വരുന്നുണ്ട് മറ്റു തലത്തിൽ. അതായത് അത് ഇൻഡിജീനിയസ് അല്ല, തദ്ദേശീയമല്ല എന്നുള്ളത് കൂടി കാണേണ്ടതായിരുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ടതാണ് ജീവിതശൈലി രോഗങ്ങൾ. അപ്പോൾ ഈ വെല്ലുവിളികളെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സർക്കാർ നവകേരള കർമ്മ പദ്ധതി 2ന്റെ ഭാഗമായി ആർദ്രം മിഷനിലൂടെ 10 കാര്യങ്ങൾ ഞാൻ ചുരുക്കി പറയാം, ബാക്കി ചർച്ചയിലേക്ക് പോകേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മൾ കണ്ടത് ജീവിതശൈലി രോഗങ്ങൾ, അതിൽ പ്രതിരോധം ഉണ്ടാകണം, അതിൽ നിയന്ത്രണം ഉണ്ടാകണം, മോർബിഡിറ്റി കുറയ്ക്കണം, രോഗാതുരത കുറഞ്ഞ സമൂഹമായിട്ട് കേരളം മാറണം എന്നുള്ളത് 20 വർഷത്തെ ടാർഗറ്റിൽ നമ്മളൊരു പ്രോഗ്രാം ഇപ്പോൾ ആസൂത്രണം അതിൻ്റെ ഒരു വലിയ ഉദ്ഘാടനം എന്നുള്ള നിലയിൽ ഉദ്ഘാടനത്തിന് പ്രസക്തിയില്ല, എന്നാലും ഓൾറെഡി നമ്മൾ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. അടുത്തത് ക്യാൻസർ രോഗപ്രതിരോധവുമായി ഹെൽത്തി ലൈഫ് ക്യാമ്പയിൻ, നല്ല ഭക്ഷണം, നല്ല ആഹാരം, അതോടൊപ്പം അതിനോടനുബന്ധമായിട്ടുള്ള നല്ല ശീലങ്ങൾ. അപ്പോൾ ഹെൽത്തി ലൈഫ് ക്യാമ്പയിൻ അങ്ങനെ. പിന്നെ ഏകാരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. സൂണോട്ടിക് ഡിസീസസ്, ജന്തുജന്യ രോഗങ്ങൾ വളരെ കൂടുന്നൊരു ഘട്ടമാണ്. ഇപ്പോൾ H5N1, പക്ഷിപ്പനി, തിരുവല്ലയും ആലപ്പുഴയുടെ കുമരക മേഖലകളിൽ കോട്ടയത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ മയിൽ ചത്തു വീണു. സാമ്പിൾ പരിശോധിച്ചപ്പോൾ പക്ഷിപ്പനിയാണ്. കാക്ക ചത്തു, സാമ്പിൾ പരിശോധിച്ചപ്പോൾ പക്ഷിപ്പനിയാണ്. നമുക്കത് കണ്ടുപിടിക്കാനായി കഴിഞ്ഞത് വൺ ഹെൽത്ത്, ഏകാരോഗ്യത്തെ അധിഷ്ഠിതമാക്കി നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മൾ റീഡിസൈൻ ചെയ്തതുകൊണ്ടാണ്. അപ്പം വർത്തമാന കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടുന്നതിന് വേണ്ടി പ്രാപ്തമാക്കുന്ന ഒരു സംവിധാനത്തെയാണ് നമ്മളിപ്പോൾ ആ രീതിയിലാണ് സംവിധാനത്തെ പ്രാപ്തമാക്കിയിട്ടുള്ളത്. അതിലേറ്റവും വലിയ ഉദാഹരണമാണ് 2024 പൊതുജന ആരോഗ്യ നിയമം. അത് വൺ ഹെൽത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. ബാക്കി നമുക്ക് ചർച്ചയിലും പറയാം. താങ്ക് യു. മിനിസ്റ്റർ സൂചിപ്പിച്ച 1-2 കാര്യങ്ങളിൽ നമുക്കൊരു ക്ലാരിറ്റി വരുത്തുന്നതിന് വേണ്ടി ഇപ്പോൾ ഈ വൺ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അതെന്താണ് എന്നുള്ളതും എങ്ങനെയാണ് ലോകം അതിലേക്ക് മാറേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു സാഹചര്യത്തെ പറ്റി ഇക്ബാൽ സാർ സദസ്സിന് വേണ്ടി വൺ ഹെൽത്ത് എന്നുള്ള ആ ഒരു തീമിൽ. ഞാൻ വൺ ഹെൽത്തിലേക്ക് വരുന്നതിന് മുമ്പേ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതിന് തുടർച്ചയായിട്ടൊന്ന് പറയാറുണ്ട്. കാരണം കേരളത്തിൻ്റെ ആരോഗ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതിസന്ധി നേരിടുന്നു പറയുമ്പോൾ നേട്ടങ്ങളില്ലെന്നല്ല അർത്ഥം. വലിയ നേട്ടങ്ങളുണ്ട് നമുക്ക്. സാർവദേശീയ രംഗത്ത് അഭിമാനപൂർവ്വം നമുക്ക് പറയാവുന്ന ധാരാളം നേട്ടങ്ങളുണ്ട്. പ്രത്യേകിച്ച് ആരോഗ്യ സൂചികകൾ എടുക്കുമ്പോൾ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ്, അതിലേറ്റവും സൂക്ഷ്മമായ 2 സൂചികളാണ് ശിശുമരണ നിരക്കും അതുപോലെ തന്നെ മാതൃമരണ നിരക്ക്. ഇത് രണ്ടും പണ്ടൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഏതാണ്ട് വികസിത രാജ്യങ്ങൾക്ക് തുല്യമൊന്നാണ്. ഇപ്പം വികസിത രാജ്യങ്ങൾക്കാൾ മുന്നിലായി നമ്മൾ മാറിയിട്ടുണ്ട്. ആയുർദൈർഘ്യം, സ്ത്രീ പുരുഷ അനുപാതം, ഏത് ഇൻഡിക്കേറ്റർ എടുത്താൽ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെല്ലാം നമ്മൾ നേടിക്കഴിഞ്ഞു. പക്ഷേ അതിരിക്കെ തന്നെ കേരളം ഏറ്റവും രോഗഗ്രസ്തമായ ഒരു സംസ്ഥാനമാണ്. ദ മോർബിഡിറ്റി ഈസ് വെരി ഹൈ. ആ മോർബിഡിറ്റി കൂടാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സ്വാഭാവികമായിട്ട്. കാരണം ആയുർദൈർഘ്യം വർദ്ധിക്കുമ്പോൾ പ്രമേഹം, രക്താതിമർദ്ദം, ക്യാൻസർ, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയ രോഗങ്ങൾ സ്വാഭാവികമായി വർദ്ധിക്കാം. പക്ഷേ നമ്മൾ വിചാരിച്ചാലും എത്രയോ കൂടുതലാണ് ഈ രോഗങ്ങൾ കേരളത്തിലുള്ളത്.
പ്രമേഹ രോഗികളുടെ തലസ്ഥാനം കേരളമാണെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, അതാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്, വളരെ ലളിതമായ ജീവിത രീതിയിലൂടെയും, അതായത് കൈ കഴുകുക, ശുദ്ധജലം കുടിക്കുക, കൊതുക് നിയന്ത്രിക്കുക തുടങ്ങിയ, അല്ലെങ്കിൽ വാക്സിനേഷൻ എടുക്കുക തുടങ്ങിയ പ്രതിരോധ ജീവിതശൈലി രീതിയിൽ വഴി തടയാൻ കഴിയുന്ന പകർച്ചവ്യാധികൾ കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. കേരളം ചില ഈ സൂചികളിൽ വളരെ മുന്നിലെന്ന് പറയുമ്പം ആ രാജ്യങ്ങളൊന്നും പകർച്ചവ്യാധികൾ കേരളത്തിലുള്ള പോലെ ഇല്ല. അതാണ് നമ്മുടെ ഒരു പ്രശ്നം. ഈ പകർച്ചവ്യാധികൾ കേരളത്തിൽ നിലനിൽക്കുന്നു. നമുക്ക് കൊതുക് നിർമ്മാർജ്ജനം, അത് ആരോഗ്യവകുപ്പിൻ്റെ മാത്രം ചുമതലയല്ല, തദ്ദേശ സ്വയംഭരണ വകുപ്പും കൂടി ചേർന്ന് ചെയ്യേണ്ട. എന്തുകൊണ്ടോ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഒരു 10 വർഷം മുമ്പ് തന്നെ ഈഡിസ് ഈജിപ്റ്റി കൊതുക് കേരളത്തിലുള്ളിടത്തോളം കാലം സീക്ക വൈറസ് ഇൻഫെക്ഷൻ കേരളത്തിൽ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതൊരു കോമൺ സെൻസ് വെച്ച് പറയാവുന്ന കേട്ടോ, വൈദഗ്ധ്യമൊന്നും ആവശ്യമില്ല. അത് 2022 വന്നു. മറ്റൊരു മാരക രോഗം കേരളത്തിൽ വരാൻ സാധ്യതയുണ്ട്, വരാതിരിക്കട്ടെ, അത് യെല്ലോ ഫീവറാണ്. മരണനിരക്ക് വളരെ കൂടുതലാണ്, പക്ഷേ വാക്സിനേഷൻ ഉണ്ട്. കാരണം കേരളം ലോകം എല്ലാ രാജ്യങ്ങളും എല്ലാമായിട്ട് ബന്ധിതമായൊരു പ്രദേശം. അതുകൊണ്ട് ഏത് നിമിഷവും ഇത് കേരളത്തിലേക്കാണ്. 3, മാനസിക രോഗം ഏറ്റവും അധികം കൂടുതലുള്ളൊരു സംസ്ഥാനമാണ് കേരളം. മനസ്സിലാക്കണം, ഇന്ന് കേരളത്തെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന സാമൂഹിക തിന്മകൾ, സ്ത്രീ പീഡനമാകാം, ഡ്രഗ് അഡിക്ഷനാകാം, സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ, അതിൻ്റെയൊക്കെ അടിത്തറയായിട്ട് വർത്തിക്കുന്നത് നമ്മുടെ ദുർബലമായ മാനസിക രോഗമാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ ആയുർദൈർഘ്യം വർദ്ധിച്ചു, ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ മുന്നിൽ പോയെങ്കിലും ജീവിത ഗുണത, ക്വാളിറ്റി ഓഫ് ലൈഫ് കുറവാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അത് ലോകാരോഗ്യ സംഘടന പറഞ്ഞ നിങ്ങളെ ജീവിതത്തോട് പ്രായത്തെ കൂട്ടിച്ചേർത്താൽ പോരാ, പ്രായത്തോട് ജീവിതത്തെ കൂട്ടിച്ചേർക്കണമെന്ന്. ആഡ് ലൈഫ് ടു ഇയേഴ്സ്, നോട്ട് ഇയേഴ്സ് ടു ലൈഫ്. അതിന് നമുക്ക് കഴിയുന്നില്ലെന്നുള്ളതാണ് പ്രശ്നം. അതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നത് എന്താ? കേരളത്തിൻ്റെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. പ്രത്യേകിച്ച് കോവിഡ് കാലത്തിന് ശേഷം കോവിഡ് ലോകത്തെ പഠിപ്പിച്ചെന്താ? പൊതുജനാരോഗ്യ സംവിധാനം എവിടെയൊക്കെ ശക്തമായിരുന്നോ അവിടെ മാത്രമാണ് അതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞത്. കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനം ഇന്ന് ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്നതാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഏത് സ്വകാര്യ ആശുപത്രികളോടും കടപിടിക്കാവുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകളും മറ്റും. എറണാകുളം തന്നെ എടുക്കുക, നമുക്കിവിടെ മെഡിക്കൽ കോളേജുണ്ട്, ക്യാൻസർ ചികിത്സാ കേന്ദ്രമുണ്ട്. നിങ്ങളുടെ ജില്ലാ ആശുപത്രി നിങ്ങൾ മനസ്സിലാക്കണം, പല മെഡിക്കൽ കോളേജുകളെക്കാളും മിസ്സാണ്. കാത്ത് ലാബ് വരെ അവിടെയുണ്ട്. താങ്കളീ പറഞ്ഞ വൺ ഹെൽത്തുമായി ബന്ധപ്പെട്ട രോഗാണു നിയന്ത്രണത്തിന് വേണ്ടിയില്ല, ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഏറ്റവും മികച്ച നിലയിൽ നടക്കുന്ന എറണാകുളം ജില്ലാ ആശുപത്രിയിലാണ്. ഈ പൊതുജനാരോഗ്യം ശക്തമായതുകൊണ്ടാണ് നമുക്ക് കേരളത്തിൽ മാത്രമാണ് നമുക്ക് അഭിമാനപൂർവ്വം പറയാം, കോവിഡ് വന്ന മുഴുവൻ ആളുകളെയും നമ്മൾ സൗജന്യമായിട്ട് ചികിത്സിച്ചു. ICU കെയർ, വെന്റിലേഷൻ, റെംഡെസിവിർ പോലുള്ള വില കൂടിയ മരുന്ന് കൊടുത്ത് മുഴുവൻ ആളുകളെയും സർക്കാർ മേഖലയിൽ ചികിത്സിച്ച ലോകത്തെ ഏക പ്രദേശം എന്നുള്ള ഖ്യാതി നമുക്കുണ്ട്. പക്ഷേ അതൊക്കെ ഇരിക്കെ തന്നെ കേരളത്തിലെ ആരോഗ്യ ചെലവ് അമിതമായി വർദ്ധിച്ചു വരികയാണ്. സർക്കാർ ചെലവും സ്വകാര്യ ചെലവും ഏറ്റവും അധികം കൂടി നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. കാരണം നമ്മുടെ മോർബിഡിറ്റി വളരെ കൂടുതലാണ്. സർക്കാർ ആശുപത്രി ഏതാണ്ട് 50% ആളുകൾക്കാണ് സർക്കാർ ആശുപത്രിയിൽ നിന്ന് ചികിത്സ കിട്ടുന്നത്. അത് വളരെ കൂടുതലാണ്. ഞങ്ങൾ 1987 ഒരു പഠനം നടത്തിയപ്പോൾ 28% ആളുകളായിരുന്നു സർക്കാർ ആശുപത്രിയിൽ പോയിരുന്നു. സൗകര്യമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ജനകീയാസൂത്രണത്തിൻ്റെ ഭാഗമായി 96 ആരോഗ്യമേഖലയിൽ അധികാര കേന്ദ്രം നടത്തിയപ്പോഴാണ് ഈ മാറ്റം തുടങ്ങുന്നത്. രണ്ടുപേരും ചേർന്നാണ് ഇത് മെച്ചപ്പെടുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇന്ന് ഇത്രത്തോളം രോഗഗ്രസ്തമായ ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുന്നു. അത് ഈ പറയുന്ന ജീവിത രീതി രോഗങ്ങളും വർദ്ധിച്ചു, പകർച്ചവ്യാധികളും വർദ്ധിക്കുന്നു. ഒരു കാരണവശാലും കേരളം പോലുള്ള സംസ്ഥാനത്ത് എലിപ്പനി മൂലം ആളുകൾ മരിക്കാൻ പാടില്ല. ഡോക്സിസൈക്ലിൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വില കുറഞ്ഞ മരുന്ന്, അതുകൊണ്ട് തടയാൻ കഴിയുന്ന ഒരു രോഗമാണ്. ചികിത്സിക്കുന്നത് അതുകൊണ്ടാണ്. H1N1 കൊണ്ട് ആളുകൾ മരിക്കുന്നു ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ രോഗഗ്രസ്തമായ ഒരു സമൂഹമായിട്ട് മാറിയിരിക്കുന്നു. ഇവിടെയാണ് DYFIക്ക് ഇടപെടൽ നടത്താനുള്ളത്. അതിലേക്ക് ഞാൻ പിന്നീട് സംസാരിക്കാം. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ കോവിഡ് കാലവും മറ്റും നമുക്ക് പഠിപ്പിക്കുന്നത്, കാരണം മനുഷ്യനിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പകർച്ചവ്യാധികൾ, പ്രത്യേകിച്ച് വൈറൽ പകർച്ചവ്യാധികളെല്ലാം മൃഗങ്ങളിൽ നിന്ന് വരുന്ന, സാഴ്സ് ആണെങ്കിലും മെഴ്സ് ആണെങ്കിലും നീപ്പ ആണെങ്കിലും കോവിഡ് ആണെങ്കിലും ഒക്കെ മൃഗങ്ങളിൽ ശരീരത്തിൽ അവരുടെ രോഗപ്രതിരോധ വ്യവസ്ഥയുമായി ഇണങ്ങിക്കഴിയുന്ന വൈറസുകൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു ഇടനില ജീവിയിലൂടെയോ അല്ലെങ്കിൽ നേരിട്ടോ മനുഷ്യരിലെത്തിയാണ് ഈ രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ സമൂഹത്തെ അവരിൽ നിന്ന് എത്താൻ കാരണം നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം, വനനശീകരണം തുടങ്ങിയതാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ ആരോഗ്യം സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സമഗ്രമായ സമീപനം സ്വീകരിക്കണം. പ്രകൃതിയെയും മറ്റ് ജീവജാലങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ മനുഷ്യൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ. എൻ്റെ അഭിപ്രായത്തിൽ കേട്ടോ സരിൻ, ഞാനത്
വൺ ഹെൽത്ത് വൺ വേൾഡ് എന്നുള്ള മാറ്റണമെന്നാണ് എൻ്റെ അഭിപ്രായം. വൺ ലൈഫ് വൺ വേൾഡ് എന്നാക്കണം. അതെ അതെ, ഏക ജീവിതം ഏക ലോകം എന്നൊരു, കാരണം നമ്മുടെ ഏക ആരോഗ്യം എന്ന് പറയുന്നത് ഹെൽത്തുമായി മാത്രം ബന്ധപ്പെട്ട ഒരു തത്വചിന്താപരമായ സമീപനമല്ലാതെ അതിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അത് കേരള ഗവൺമെൻറ് അതിൽ വളരെ ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുക. വൺ ഹെൽത്ത് എന്നുള്ളത് ഒന്നുകൂടി നിങ്ങൾക്ക് വിശദമായി പറഞ്ഞു തരാൻ വേണ്ടി, നമ്മൾ മനുഷ്യരുടെ ആരോഗ്യത്തെ പറ്റി മാത്രം ചിന്തിച്ചാൽ ആരോഗ്യം നിലനിർത്തുന്നതിനും അതുപോലെ തന്നെ അതിൻ്റെ ഇടപെടലുകൾക്കും പരിമിതികൾ ഉണ്ടാകുമെന്നും, എൻവയോൺമെൻ്റൽ ഹെൽത്ത്, പരിസ്ഥിതിയുടെ എക്കോസിസ്റ്റത്തിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മനുഷ്യൻ്റെ ഇടപഴകൽ വരേണ്ടുന്ന നല്ലതും, ഒപ്പം മൃഗങ്ങളുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെയാണ് വൈൽഡ് ലൈഫിൻ്റെ ആവട്ടെ അതുപോലെ ഡൊമസ്റ്റിക് ലൈഫിൻ്റെ ആവട്ടെ അതിൻ്റെ ആരോഗ്യം കൂടി മനുഷ്യൻ്റെ ആരോഗ്യത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ലെങ്കിൽ മനുഷ്യൻ്റെ രോഗത്തെ മാത്രം ചികിത്സിക്കുകയും മനുഷ്യൻ്റെ ആരോഗ്യത്തെ പറ്റി മാത്രം ചിന്തിക്കുകയും ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതും, അതിൻ്റെ ഒരു ഓവർലാപ്പിംഗ് സ്ഫിയർ ഉണ്ട്, അതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും എന്ന് തന്നെയാണ് ഈ വൺ ഹെൽത്ത് പറയുന്നത്. സാറ് പറഞ്ഞ പോലെ വൺ ഹെൽത്തിനെ നമ്മൾ ഒന്നുകൂടി മുകളിലേക്ക് കൊണ്ടുപോയി വൺ ലൈഫ് എന്നുള്ള രീതിയിലേക്ക് കാണുക എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്തം കൂടിയാണ്. ഇപ്പോൾ കേരളത്തിലെ ആരോഗ്യ സംരക്ഷണത്തെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും വൺ ലോ വിച്ച് വിൽ അപ്ലൈ ടു ഓൾ എന്ന് പറയുന്നത് പോലെ ഒരു അപ്രോച്ച് പറ്റില്ല. ഉദാഹരണത്തിന് കേരളത്തിന് പല മേഖലകളുണ്ട്. തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളുടെ രീതിയും ആളുകളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സങ്കീർണതകളും വ്യത്യസ്തമാണ്. വനമേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ വ്യത്യസ്തമാണ്. അപ്പോൾ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി കേരളത്തിൽ ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ മെയിൻ സ്ട്രീമിലേക്ക് ആക്കുകയാണ്. അപ്പോൾ ആരോഗ്യ മേഖലയിൽ നമ്മൾ മെഡിക്കൽ നമ്മളെപ്പോഴും പറയും ആക്സസിബിലിറ്റി എന്ന് പറയുന്നതും ഒരു വലിയ കാര്യം തന്നെയാണ്. അഫോർഡബിലിറ്റി മാത്രമല്ല, നമുക്കത് അതിലേക്കൊക്കെ കൂടി ആലോചിക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ മാർജിനലൈസ്ഡ് സൊസൈറ്റിയെ, പ്രത്യേകിച്ച് പാർശ്വവൽകൃത സമൂഹം എന്ന് പറയുന്ന രീതിയിൽ ആരോഗ്യത്തിനുള്ള ചിലവ് കൂടുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ അവരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമ്മൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ എങ്ങനെയാണ് ആരോഗ്യ മേഖല മുന്നോട്ട് പോകുന്നത്? ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നയം തന്നെ സമഗ്ര ആരോഗ്യ പരിരക്ഷ എന്നുള്ളതാണ്. ഇപ്പം ലോകാരോഗ്യ സംഘടന പറയുന്ന ഹെൽത്ത് ടു ഓൾ, എല്ലാവർക്കും ആരോഗ്യം എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സമഗ്ര ആരോഗ്യ പരിരക്ഷ. അപ്പോൾ അതിൽ ഒരു ഘടകമാണ് എല്ലാവർക്കും, അതായത് രോഗത്തിന് മുന്നിൽ ഒരാളും നിസ്സഹായരായി പോകാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ ഡോക്ടർ ബി ഇക്ബാൽ സാർ പറഞ്ഞതുപോലെ കേരളത്തിൽ ചികിത്സാ ചെലവ് വളരെ കൂടുതലാണ്. അതിന് കാരണം നമ്മളുടെ വളരെ ഹെൽത്ത് സീക്കിംഗ് ആണ്. നമുക്കൊരു പനി വന്നാൽ ഡോക്ടറെ കാണണം എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. കാരണം ഇപ്പോൾ പലവിധ പനികളുണ്ട്. അപ്പോൾ അത് ചികിത്സിക്കും. അത് നമ്മൾ സ്വയമായിട്ട് ചികിത്സിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത് കുറച്ചുകൊണ്ട് വരുന്നത് എന്നുള്ളത് സർക്കാരിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. ഇപ്പോൾ അടുത്തിടെ പുറത്തിറങ്ങിയ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ആ റിപ്പോർട്ട് പരിശോധിച്ചാൽ മനസ്സിലാകും. അത് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും. അതായത് ഒരു 10 വർഷം കൊണ്ട് കേരളത്തിൽ, ഇപ്പോൾ നേരത്തെ ഒരാൾക്ക് 16,000 രൂപയാണെന്നാണ് എൻ്റെ ഓർമ്മ ചിലവാകുമായിരുന്നത്. അപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റ്സിൻ്റെ ഒരു ആവറേജ് ഉണ്ട്. ഇപ്പം കേരളത്തിൽ അത് പകുതിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ ആണ് ഏറ്റവും ചെലവ് ഉള്ള സംസ്ഥാനം. അതായത് ഇതിനെ പകുതിയാക്കി കുറയ്ക്കാൻ കഴിഞ്ഞു. എങ്ങനെയാണ് നമ്മളിത് സാധിച്ചത് എന്നുള്ളത് അതും വളരെ ചുരുക്കത്തിൽ പറയാം. അത് ഒന്ന്, ഈ സമഗ്ര ആരോഗ്യ പരിരക്ഷയുടെ ഭാഗമായി ഇപ്പോൾ 2019 സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി സംസ്ഥാനം രൂപീകരിച്ചു. 2021 നമ്മൾ കൊടുത്തിരുന്ന സൗജന്യ ചികിത്സ 5 ലക്ഷമാണ് ഒരു ക്ലെയിമിന്, 2.5 ലക്ഷമായി. 2024 കഴിഞ്ഞ അവസാനിച്ച വർഷം നമ്മൾ കൊടുത്തത് 6.25 ലക്ഷം ക്ലെയിംസാണ്. അത്രയും പേർക്ക് 5 ലക്ഷം രൂപ വീതം ചികിത്സ കൊടുത്തു. അപ്പം ചികിത്സാ പിന്തുണ നമ്മൾ കൊടുക്കുന്നു, ഒപ്പം സംവിധാനങ്ങൾ ഒരുക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ സ്വകാര്യ മേഖലയിൽ ലക്ഷക്കണക്കിന് രൂപയാണ്, 40-45 ലക്ഷം രൂപയാണ്. അത് നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ സൗജന്യമായി ആരംഭിക്കാൻ കഴിഞ്ഞു. 2022 ഫെബ്രുവരി 14 ഞാൻ അത് ഓർത്തു വെക്കുന്നത്. ഒരു ഭാര്യ ഭർത്താവിനാണെന്ന് കരൾ പകുത്തു കൊടുത്തത്. അതിനുശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കോട്ടയം മെഡിക്കൽ കോളേജിലും ഇപ്പോൾ കോഴിക്കോടും ആരംഭിക്കാൻ പോകുന്നു. തിരുവനന്തപുരത്ത് നടക്കുന്നു, കോട്ടയത്തും നടക്കുന്നു. ഒരു ട്രാൻസ്പ്ലാന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട് വരാനായിട്ട് പോകുന്നു. റോബോട്ടിക് സർജറി ആരംഭിച്ചു. മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ മലബാർ ക്യാൻസർ സെൻറ്റർ 20-25-30 ലക്ഷം രൂപ. അതിലൊരു സ്റ്റാൻഡർഡൈസേഷൻ നമ്മൾ കൊണ്ടുവരാനായിട്ട് ആ ചർച്ചകളൊക്കെ ഉണ്ട് സ്വകാര്യ മേഖലയിൽ. പക്ഷേ അത്രയും ചാർജ് ചെയ്യുന്നത് സൗജന്യമായി കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ഇത്
വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം ആക്സസിബിലിറ്റി ടു ദീസ് ഫെസിലിറ്റീസ്. അതുകൊണ്ടാണ് നേരത്തെ ഇക്ബാൽ സാർ പറഞ്ഞത് കാത്ത് ലാബ്. ഒരു 8 വർഷം മുൻപ് ഒരു ജില്ലാ ആശുപത്രിയിലും കാത്ത് ലാബ് ഉണ്ടായിരുന്നില്ല. നെഞ്ചുവേദന ഉണ്ടായാൽ ഒന്നീ പ്രൈവറ്റ് ആശുപത്രി പോകണം, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് പോകണം. ഇന്ന് സംസ്ഥാനത്തെ 2 ജില്ലകൾ ഒഴികെ, അത് 2ാമത്തെ ജില്ല ഇടുക്കിയിൽ എല്ലാ ഫെസിലിറ്റിയുമായി ഇനി മെഷീൻസ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ആലപ്പുഴയിലും എല്ലാ വർക്കും കഴിഞ്ഞ് മെഷീൻസ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ആ 2 ജില്ലകളിൽ ഒഴികെ വയനാടും കാസർഗോഡും ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കാത്ത് ലാബ് സജ്ജമായി പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ഉൾപ്പെടെ എല്ലാവിധമായിട്ടുള്ള പ്രൊസീജിയേഴ്സും നടത്തുന്നു. എറണാകുളം ജനറൽ ആശുപത്രിയിൽ രാജ്യത്തെ ആദ്യത്തെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നതിനുള്ള ജില്ലാ ആശുപത്രിയുടെ ലൈസൻസ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ കിട്ടി. രാജ്യത്തെ ആദ്യത്തെ വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ അത് എറണാകുളം ജനറൽ ആശുപത്രി നടന്നു. അപ്പോൾ മെഡിക്കൽ കോളേജുകളിൽ ഉദാഹരണം പറഞ്ഞാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ നമ്മൾ ഇൻ്റർവെൻഷണൽ ന്യൂറോളജിയുടെ ഒരു സംവിധാനം, ഇപ്പോൾ നമ്മൾ കാത്ത് ലാബിൽ ഹൃദയത്തിന് ചെയ്യുന്നത് പോലെ തന്നെ ബ്രെയിനുമായി ബന്ധപ്പെട്ട് നർവ്സുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷാഘാതം ഉണ്ടായാൽ വലിയ ബ്ലോക്കുകളാണെങ്കിൽ ത്രോംബക്ടമി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം സമാനമായിട്ടുള്ള ഒരു കാത്ത് ലാബ് സംവിധാനത്തിൽ അവിടെ ഒരുക്കി ICU ഫെസിലിറ്റി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള യൂണിറ്റാണ്. അപ്പോൾ അത് രാജ്യത്ത് ആദ്യമായിട്ടാണ്. ICMR-ഉം കൂടെ നമ്മളെ പിന്തുണയ്ക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ആ ഒരു മികവ് കണ്ടിട്ട്. അത് ജില്ലാശുപത്രിയുടെ ഞാൻ പറഞ്ഞു, താഴെത്തട്ടിൽ വന്നാൽ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി. അതായത് ഒരു പഞ്ചായത്തിൽ കുടുംബങ്ങളുടെ ആരോഗ്യ കേന്ദ്രമാണ് കുടുംബാരോഗ്യ കേന്ദ്രം. ഈ സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ ഒരു കാര്യം കൂടി ചെയ്തു. അതായത് 3-4 വാർഡുകൾ ചേരുന്നിടത്ത് വീടിന് തൊട്ടടുത്ത് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. ആ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ സബ് സെൻ്ററുകൾ ഉണ്ടാവും, പൂട്ടിക്കിടക്കും. ആഴ്ചയിലോ 2 ആഴ്ചയിലോ ഒരിക്കൽ, മാസത്തിലൊരിക്കൽ അവിടെ ഒരു സ്റ്റാഫ് നേഴ്സോ ആരെങ്കിലും അതൊന്ന് തുറന്ന് ഏതെങ്കിലും മരുന്ന് കൊടുക്കും. അപ്പോൾ അത് 5415 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ സംസ്ഥാനത്ത് തുടങ്ങുന്നതിന് വേണ്ടി തീരുമാനിച്ച് ബഹുമാനപ്പെട്ട CM ഉദ്ഘാടനം ചെയ്തു. ഇന്നവിടെ നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെയുള്ളവ, അതിൻ്റെ മരുന്നുകൾ, അത്യാവശ്യം 14ഓളം പരിശോധനകൾ നടത്താൻ കഴിയും. ഇനി അതിനപ്പുറത്തേക്ക് ഇതൊരു പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളുടെ ഇടമാണ്. അവിടെ ഒരു നമുക്ക് വ്യായാമം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടമുണ്ടാകും. ഗർഭിണികൾക്ക് ഒരുമിച്ച് വന്നിരുന്ന് അവരുടെ ബോധവൽക്കരണ ക്ലാസ്, വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ, ഇതൊക്കെ ഉൾപ്പെടുന്ന ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ നമുക്ക് സാധ്യമാക്കാൻ കഴിയും. അപ്പോൾ ആക്സസിബിലിറ്റി ടു ദീസ് ഫെസിലിറ്റീസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെയാണ് നമുക്ക് ഈ പുതിയ കാലത്തിൻ്റെ സങ്കേതങ്ങളെ കൊണ്ടുവരുന്നത്. അതോടൊപ്പം വളരെ ചോദ്യം തുടങ്ങിയത് ഇവിടെ നിന്ന്, അതായത് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സൂക്ഷ്മതലത്തിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ സിക്കിൾ സെൽ അനീമിയ പോലെയുള്ള രോഗങ്ങൾ നമുക്ക് പാലക്കാട് പോലെ അട്ടപ്പാടി അങ്ങനെയുള്ള ഗോത്രവർഗ മേഖലയിൽ കൂടുതലാണ്. അപ്പോൾ അവിടെ നമ്മൾ പ്രത്യേകമായി ഹെൽത്ത് സെൻറ്റേഴ്സിൽ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം നേരത്തെ നമുക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മാത്രമായിരുന്നു, അവർ ക്യാമ്പ് നടത്തുമ്പോൾ മാത്രമായിരുന്നു. ഇപ്പോൾ നമ്മൾ പോയിൻ്റ് ഓഫ് കെയർ ഹെൽത്ത് സെൻറ്റേഴ്സ് ആക്കി അവിടെ നിന്ന് ആളുകളെ നമുക്ക് പിക്ക് ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് അപ്പം അതാത് മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരോഗ്യ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെയും ആരോഗ്യ സംവിധാനത്തെയും പരിവർത്തനപ്പെടുത്തുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കർത്തവ്യം കൂടിയാണ് ആർദ്രത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തിയിട്ടുള്ളത്. മിനിസ്റ്റർ പറയുന്നത് വൺ സൈസ് ഫിറ്റ്സ് ഓൾ എന്നുള്ളൊരു അപ്രോച്ച് ഒരിക്കലും അപ്ലിക്കബിൾ അല്ലാത്ത ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം. അതിനെ മാക്രോ ലെവൽ പ്ലാനിങ്ങിനോടൊപ്പം തന്നെ ആ മൈക്രോ ലെവൽ പ്ലാനിങ്ങും ആ ഓരോ പ്രദേശത്തിൻ്റെയും സവിശേഷതകളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആരോഗ്യത്തിൻ്റെ മോഡലുകളെ വളർത്തിയെടുക്കുന്നതിനുള്ള ശ്രമങ്ങളുടെയും ഒരു സമഗ്രതയെ പറ്റി കൂടിയാണ് ഇവിടെ പറഞ്ഞത്. നമുക്ക് മെഡിക്കൽ വിദ്യാഭ്യാസം എന്നുള്ള പ്രയോഗത്തിൽ ഞാൻ മെഡിക്കൽ വിദ്യാഭ്യാസത്തിലേക്ക് ഒരു ചോദ്യം കൊണ്ടുവരികയാണ്. നമ്മൾ ഈ MBBS സീറ്റ് എന്ന് പറയുമ്പോൾ ഡോക്ടർ ആവാൻ വേണ്ടിയാണ് അത് എന്നാണ് നമ്മുടെയൊക്കെ ഒരു ധാരണ. ആ ധാരണയ്ക്കും അപ്പുറം മെഡിക്കൽ റിസർച്ച് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രോത്സാഹനം, കേരളം പോലെ ഒരു ഇത്രയും മികച്ച ആരോഗ്യ നിലവാരം പുലർത്തുന്ന ഒരു സംസ്ഥാനത്തിൽ അതിനോട് കിടപിടിക്കുന്ന രീതിയിലേക്ക് നമുക്കതിൻ്റെ ഒരു ഉൾക്കാഴ്ച വന്നുവോ? എന്തുകൊണ്ടാണ് നമ്മുടെ മെഡിക്കൽ റിസർച്ചിൽ നമുക്ക് പ്രത്യേകിച്ച് കഴിഞ്ഞ 10-20 കൊല്ലമായി നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന ചില നേട്ടങ്ങളൊന്നും സാധ്യമാകാതിരിക്കുന്നത്? മെഡിക്കൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അതിൽ നമ്മൾ എന്ത് പരിഷ്കരണത്തിലേക്ക് കൂടിയാണ് പുതിയ തലമുറയെ എൻട്രൻസ് എഴുതാൻ ആഗ്രഹിക്കുന്ന മക്കൾ ഓരോരുത്തരും ഡോക്ടർ ആവുക എന്നുള്ള ആഗ്രഹത്തിനും അപ്പുറം ഡോക്ടർ ആയതിനു ശേഷമുള്ള മെഡിക്കൽ റിസർച്ച് എന്ന് പറയുന്ന മേഖലയെ പൂർണ്ണമായും തഴയുന്നതിന് എന്തായിരിക്കാം കാരണം? DYFIക്കാരോട് പറയാനുള്ളതിന് പിന്നീട് സമയം തരണം. ഞാൻ തരും. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. സത്യത്തിൽ 2-3 ദിവസം കൊണ്ട് നടത്തേണ്ട ഒരു സെമിനാറുകളാണ്
ഞങ്ങൾ തന്നെ 55 മിനിറ്റിൽ തീർക്കുന്നു. മന്ത്രിയായിട്ട് ഞാൻ കോട്ടയത്ത് AKG പഠന ഗവേഷണം നടത്തിയ സെമിനാറിലും പങ്കെടുത്തിരുന്നു. അവിടെ 110ഓളം പ്രബന്ധം അവതരിപ്പിച്ച്. അപ്പോൾ അത് നമുക്കിവിടെ പറയാൻ പറ്റില്ല, പക്ഷേ എങ്കിലും ചിലത് പറയാനുണ്ട്. അതിലേക്ക് ഞാൻ വരാം. എനിക്ക് ഈ കാര്യത്തിലേ ഞാൻ എടുത്ത ഒരു തീരുമാനം എനിക്ക് മാറ്റേണ്ടി വരും. സരിനിപ്പം ചോദിച്ച ചോദ്യം എന്നെ ഇച്ചിരി ബുദ്ധിമുട്ടാക്കി. എന്നെ ഈ പുതുവർഷത്തെ നമ്മൾ റെസൊല്യൂഷൻസ് എടുക്കുമല്ലോ, അതുകൊണ്ട് നെഗറ്റീവായിട്ടൊന്നും പറയരുത് എന്നൊരു തീരുമാനം ഒന്നും പറയേണ്ടി വരുന്ന സ്ഥിതിയാണ്. എനിക്ക് ആ കാര്യത്തിൽ അല്പം നിരാശയുണ്ട്, കാരണം അത് വളരെയേറെ ഇടപെട്ടിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ. സത്യത്തിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ലോകം ഭരിക്കുന്നത് വിജ്ഞാനം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളായിരിക്കും, നോളജ് പ്രൊഡക്ഷൻ. നമുക്ക് ഒത്തിരി അഭിപ്രായ വ്യത്യാസങ്ങൾ രാഷ്ട്രീയമായിട്ടുണ്ട് അമേരിക്ക, പക്ഷേ അമേരിക്ക നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അമേരിക്കയിലെ കോവിഡ് കൈകാര്യം ചെയ്ത രീതി തെറ്റാണെന്നൊക്കെ നമുക്ക് പറയാം, പക്ഷേ അവിടുത്തെ ഉപകരണങ്ങളും ഉൽപ്പന്നങ്ങളും മരുന്നും ഉപയോഗിച്ചാണ് നമ്മുടെ ഈ ചികിത്സയൊക്കെ നടത്തുന്നത്. അവിടുത്തെ യൂണിവേഴ്സിറ്റികളിലൊക്കെ വിജ്ഞാന ഉൽപ്പാദന കേന്ദ്രങ്ങളാണ്. ഒബാമ ബാരക്ക് അടുത്താലത്ത് നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, അവർ യൂണിവേഴ്സിറ്റീസ് പ്രൊഡ്യൂസ് നോളജ് ഇൻ എനി സ്ഫെയർ. യു ടേക്ക് ഡിജിറ്റൽ ടെക്നോളജി, ജീനോമിക്സ് എവരിവെയർ. മറ്റു ചില രാജ്യങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതേ അവസരത്തിൽ അവർ പൊളിറ്റിക്സ് ഈസ് റോങ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിജ്ഞാനം ഉൽപ്പാദിപ്പിക്കണം. വിജ്ഞാനം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രദേശമായിട്ട് കേരളം മാറണം. അതിനുവേണ്ടിയാണ് നമ്മൾ ആരോഗ്യ സർവകലാശാല രൂപീകരിച്ചത്. അതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് തന്നെ കൊടുത്തതിൻ്റെ കമ്മിറ്റിയുടെ ചെയർമാൻ ഞാനായിരുന്നു. ആരോഗ്യ സർവകലാശാല കൊണ്ട് ഉദ്ദേശിച്ചത് പിന്നെ അവിടെ ഈ പറയുന്ന ഗവേഷണത്തിന് പ്രോത്സാഹനം കൊടുക്കുന്നു. അതിന് താല്പര്യമുള്ള വിദ്യാർത്ഥികളൊക്കെ ഉണ്ട് കേട്ടോ. രണ്ടാമതൊന്ന്, കേരള സർവകലാശാല VC ആയിരുന്ന കാലത്താണ് ഹോർത്തൂസ് മലബാറിക്കൂസ് പ്രസിദ്ധീകരിച്ചത്. അതിവിടെ വെച്ച് പറയാൻ എനിക്ക് പ്രത്യേക സന്തോഷമുണ്ട്. കാരണം കൊച്ചിയിലെ ഡച്ച് ഗവർണറായിരുന്ന ഹെൻറി വാൻഡ്രീഡ് 17-ാം നൂറ്റാണ്ടിൽ പ്രസിദ്ധീകരിച്ച 12 വോളിയങ്ങളുള്ള കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള പുസ്തക സമുച്ചയമാണ് ഹോർത്തൂസ് മലബാറിക്കൂസ്. അത് ലാറ്റിൻ ഭാഷയിലായിരുന്നു. അത് അടുത്ത കാലത്ത് അന്തരിച്ച, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അന്തരിച്ച ഡോക്ടർ KS മണിലാൽ സാർ അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു. അതിൻ്റെ ഇംഗ്ലീഷ് മലയാള പരിഭാഷ കേരള സർവകലാശാല പ്രസിദ്ധീകരിച്ചു. അതിൽ ഒത്തിരി ഗവേഷണ സാധ്യതകളുണ്ട്. ഭാഷാപരമായ ലിംഗ്വിസ്റ്റിക് ഹിസ്റ്ററി പഠിക്കാൻ പറ്റും, പ്രിൻറ്റിംഗ് ടെക്നോളജിയെക്കുറിച്ച് പഠിക്കാൻ പറ്റും, അധിനിവേശ ചരിത്രം പഠിക്കാൻ പറ്റും. ആരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞാൽ കേരള പ്രദേശത്ത് ലഭ്യമായ 774 ഔഷധ സസ്യങ്ങളെയും അതുപയോഗിച്ച് ചികിത്സിക്കാവുന്ന രോഗങ്ങളെക്കുറിച്ചുമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എല്ലാം നടക്കണമെന്നില്ല, പക്ഷേ ഒരു സൂചന കിട്ടും. കിട്ടിയച്ചൻ എന്ന് പറയുന്ന വൈദ്യൻ്റെ, ചേർത്തലക്കാരനായ വൈദ്യൻ്റെ സഹായത്തോടുകൂടിയാണ് അത് എഴുതിയിട്ടുള്ളത്. ചൈനയിൽ ഇത് സംഭവിച്ചു. വിയറ്റ്നാമിൽ മലേറിയ വളരെയേറെ പടർന്നു പിടിച്ചു ഒരു കാലഘട്ടത്തിൽ. നിലവിലുള്ള മരുന്നുകളോടൊന്നും അത് പ്രതികരിക്കുന്നില്ല. അപ്പോൾ ചൗവൻലായി അവിടെ വന്ന ഹോച്ചിമീൻ അവിടെ വന്നപ്പോൾ ചൗവൻലായോട് പറഞ്ഞു, ചൗവൻലായി അവിടെ സന്ദർശിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഒത്തിരി ഔഷധ സസ്യങ്ങൾ ചൈനയിലുണ്ടല്ലോ, ഞങ്ങൾക്കൊരു മരുന്ന് കണ്ടുപിടിച്ച് തരണമെന്ന് പറഞ്ഞു. പിന്നീട് ചൗവൻലായി അവിടെ പോയി ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി. വർഷങ്ങൾക്ക് ശേഷം 2015 2UU എന്ന് പറയുന്ന 85 വയസ്സുള്ള ഒരു ഫാർമസിസ്റ്റ് ആർട്ടിമെസിനിൻ എന്ന് പറഞ്ഞ ഒരു ഔഷധം അവരുടെ ഔഷധ സസ്യങ്ങളിൽ നിന്ന് കണ്ടുപിടിച്ചു. അതുപയോഗിച്ചാണ് മലേറിയയെ വിയറ്റ്നാം നിയന്ത്രിക്കുന്നത്. നമുക്കങ്ങനെ എത്രയോ രോഗങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു അക്ഷയ ഖനിയാണ് ഹോർത്തൂസ് മലബാറിക്കൂസ്. ഞാൻ പറയാം, ഞങ്ങളത് 2003 ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റി കാരണം മുഴുവൻ അതിനുവേണ്ടി ചിലവഴിച്ചാണ്. പക്ഷേ ഇത്രയും നാളായിട്ട് കാര്യമായ ഒരു ഗവേഷണവും നടന്നിട്ടില്ല. നടത്തിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മുമ്പിൽ ആരോഗ്യ മേഖലയിലെ ഗവേഷണം. ഞാനൊരു കാര്യം പറയാം, ബഹുമാനപ്പെട്ട മന്ത്രിയാണ്ടോടുകൂടി ഡോക്ടർ നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ കൂടെ നമ്മൾ ഒരു രോഗത്തിന് ഒരു മരുന്ന് കണ്ടുപിടിക്കാമെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഹൈപ്പർ ടെൻഷൻ ഓർ ഡയബറ്റീസ്. നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി പോലും പരിഹരിക്കപ്പെട്ടെന്ന് വരാം. ഞാൻ അതിശോക്തി പറയല്ല, ഞാൻ ഔഷധ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിയിട്ടുള്ള ഒരാളാണ്. നമ്മുടെ ഔഷധ കമ്പനികളെ ഒരു മരുന്ന് ഒരു മാർക്കറ്റ് ചെയ്യുന്നതിന് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട് ലോകത്ത്, മനസ്സിലാക്കണം. പക്ഷേ നമ്മളവിടെ പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. അത് നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മന്ത്രി പ്രസംഗിക്കുമ്പോഴെല്ലാം ഇതൊന്ന് ഊന്നി പറയണം. എല്ലാവരും വേണ്ട. നമ്മളിപ്പോൾ ഈ വിജ്ഞാന ഉൽപ്പാദനം എന്ന് പറയുമ്പോൾ മൊത്തം ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ 1% 0.5% ചെയ്താൽ മതി. ബട്ട് ദാറ്റ് ഷുഡ് ബി ഡൺ. അതൊരു മനോഭാവത്തിൻ്റെയും കൂടി പ്രശ്നമാണ് എന്നുള്ളത് തന്നെയാണ് ഞാനും അതിനെ വിലയിരുത്തുമ്പോൾ. മിനിസ്റ്റർ കയ്യിൽ കുറച്ച് കൂട്ടിച്ചേർക്കാനുണ്ടാവും. കുറേ മെഡിക്കൽ വിദ്യാർത്ഥികളെ കണ്ടല്ലോ ഇപ്പോൾ. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട മേഖല. നമുക്ക് തീർച്ചയായിട്ടും ഈ ഗവേഷണത്തിൽ നമ്മൾ പിന്നോട്ടാണ് നിൽക്കുന്നത്, ഒരു സംശയവും വേണ്ട. കാരണം കേരളത്തെ പോലെ നമുക്കുള്ള പൊട്ടൻഷ്യൽസ്, അതുപോലെ ഡേറ്റ ഇമ്മൻസ് ആയിട്ടുള്ള വളരെ ഒരു മറ്റൊരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇതെല്ലാം നമുക്കുണ്ട്. പക്ഷേ ആ തലത്തിലേക്ക് വ്യക്തികൾ അല്ലെങ്കിൽ ചില നമ്മുടെ മെഡിക്കൽ കോളേജുകൾ ആ നിലയിലേക്ക് വരുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ സർക്കാർ ഇതിനെ എങ്ങനെ കാണുന്നു വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു 8.5 വർഷ കാലയളവിലാണ് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി ഉണ്ടായത് തിരുവനന്തപുരത്ത് തോന്നയ്ക്കലിൽ. ഇന്ന് ലോകത്തിലെ ഏത് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, ബഹുമാനപ്പെട്ട CMൻ്റെ സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലാണ് IAV. ഇപ്പോൾ നിപ്പ ICMRൻ്റെ NIV പൂനെയിൽ കണ്ടുപിടിക്കുന്നതിന് മുൻപ് തന്നെ അവിടെ നിന്ന് സാമ്പിൾ എടുത്ത് IAVയിൽ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്.
അപ്പോൾ അതുപോലെ തന്നെ മങ്കി പോക്സ്, അത് ഏത് ക്ലാഡാണ് എന്നുള്ളത് IAVയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സംവിധാനങ്ങൾ വീണ്ടും വീണ്ടും ഒരുങ്ങുന്നുണ്ട്. പക്ഷേ ആ ഒരു ത്വരയുണ്ടല്ലോ ഒരു ഗവേഷണത്തിന് വേണ്ടിയിട്ടുള്ള, അത് തീർച്ചയായിട്ടും അത് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ ഇതിൽ ചില പ്രായോഗികമായ പ്രശ്നങ്ങൾ പറഞ്ഞു. ഒന്ന്, റിസർച്ചിന് വേണ്ടി അനുവദിക്കപ്പെടുന്ന ഫണ്ട്. പിന്നെ നമുക്ക് ഈ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഈ ഫോറിൻ എയ്ഡൊക്കെ വാങ്ങിക്കുന്നത് പോലെ എളുപ്പമല്ല ഗവൺമെൻറ് സംവിധാനത്തിൽ നമുക്ക് മെഡിക്കൽ കോളേജുകൾക്ക് വാങ്ങിക്കുക എന്നുള്ളത്. ഒരു 100,000 കടമ്പകൾ ഇവർ കടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് നമ്മുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ നിരന്തരമായിട്ട് ഇത് ആശയവിനിമയം നടത്തുന്നുണ്ട്. ഇത് നമുക്ക് ഈ ഒരു തരത്തിലുള്ള ധനപരമായിട്ടുള്ള കാര്യങ്ങളിലെ കടമ്പകൾ ഒഴിവാക്കി നമുക്കൊരു ഗ്രീൻ ചാനൽ എസ്റ്റാബ്ലിഷ് ചെയ്താൽ കൂടുതൽ ഒരുപക്ഷെ നമ്മുടെ ആളുകൾ ഇതിലേക്ക് വരുമെന്നുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയട്ടെ, നമ്മുടെ നേരത്തെ സാറ് ഡെങ്കിപ്പനിയുമായി ബന്ധപ്പെട്ടു, നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റ്, അത് ഇതുമായി ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. അത് ട്രോപ്പിക്കൽ ക്ലൈമറ്റാണ്. ഇപ്പോൾ ലോകാരോഗ്യ സംഘടന പറയുന്നത് ഡെങ്കി പ്രോൺ ഏരിയയാണ് കേരളം. കാരണം വർഷം മുഴുവനുള്ള മഴ, ഇപ്പോൾ ഡിസംബറിൽ മഴ പെയ്തിരുന്നു, നമുക്ക് വർഷം മുഴുവൻ ഇൻ്റർമിറ്റൻ്റ് ആയിട്ടുള്ള, അതായത് ഇടവിട്ടുള്ള മഴ കൊതുകുകൾ പെരുകാനുള്ള ഒരു കാരണമാണ്. അപ്പോൾ ലോകത്തടയാളപ്പെടുത്തിയിട്ടുള്ള ഡെങ്കി പ്രോൺ ഏരിയകളിൽ ഒന്നാണ് കേരളം. ഇപ്പോൾ ക്യൂബ, ബഹുമാനപ്പെട്ട CM-ൻ്റെ നേതൃത്വത്തിലുള്ള ടീം ഞങ്ങൾ സന്ദർശിച്ചിരുന്നു. അവിടെ അവരിതിൻ്റെ ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസർച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആ റിസർച്ച് നമ്മുടെ സംസ്ഥാനവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ മാത്രമല്ല 4 കാര്യങ്ങളിൽ നമ്മൾ ഈ അസോസിയേഷനുണ്ട്. അതിൽ ഒന്ന് ഡയബറ്റിക് ഫുഡാണ്. അവർക്ക് വളരെ മികച്ച മെഡിസിനുണ്ട്. ഡയബറ്റിക് ഫുഡിന് മുറിച്ച് കളയേണ്ട, അല്ലാതെ തന്നെ മരുന്ന് ഉപയോഗിച്ച് അത് നമുക്ക് ഭേദമാക്കാൻ കഴിയും. അപ്പോൾ ഈ ഡെങ്കി വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നതിന്, അതുപോലെ ലങ് ക്യാൻസർ വാക്സിൻ, അതായത് ക്യൂബയുടെക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള ഉപരോധങ്ങൾ നിലനിൽക്കുമ്പോഴും അമേരിക്ക ഒറ്റ കാര്യത്തിന് വേണ്ടി മാത്രമേ ക്യൂബയിലേക്കുള്ള വഴി ഓപ്പൺ ചെയ്തുള്ളൂ. അത് ഈ ലങ് ക്യാൻസർ വാക്സിൻ വാങ്ങിച്ചിട്ട് അവർക്ക് ക്ലിനിക്കൽ പരീക്ഷണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ 4, അതായത് ലങ് ക്യാൻസർ വാക്സിൻ, ഡെങ്കി വാക്സിൻ, അതുപോലെ ഡയബറ്റിക് ഫുഡ് തുടങ്ങിയ കാര്യങ്ങളിൽ ക്യൂബയുമായിട്ട് നമുക്ക് അസോസിയേഷൻ, അതായത് ഞാനിത് പറഞ്ഞത് നമ്മുടെ സംവിധാനങ്ങൾ കൂടുതലായിട്ട് ഒരുക്കുന്നു. ആയുർവേദ രംഗത്ത് കണ്ണൂരിൽ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം ഇപ്പോൾ നമ്മൾ ഈ വർഷം പ്രവർത്തനം ആരംഭിക്കും. പഴയ താളിയോലകൾ ഉൾപ്പെടെ എടുത്തുകൊണ്ടാണ്. നമ്മൾ മോഡേൺ മെഡിസിനെ കുറിച്ച് മാത്രമല്ല, ആയുർവേദം നമ്മുടെ വളരെ ഒരു ശക്തമായിട്ടുള്ളൊരു മേഖലയാണ്. അപ്പോൾ അവിടെ ആ നിലയിൽ ഗവേഷണവും ആളുകളെ ഇവിടേക്ക് കൊണ്ടുവരുന്നതിനും പഠിക്കുന്നതിനും ഇവിടെ റിസർച്ച് ചെയ്യുന്നതിനുമൊക്കെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഒരുക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട ഡോക്ടർ B. ഇക്ബാൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പിന്നെ വ്യവസായ വകുപ്പുമായി ചേർന്നുകൊണ്ട് ഫാർമസ്യൂട്ടിക്കൽസിനെ ഇവിടേക്ക് ക്ഷണിച്ച് അവർക്ക് ഇവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഇതിൻ്റെ ഒരു ശ്രമം നമ്മുടെ കോവിഡ് കാലത്ത് നടത്തിയിരുന്നു. അന്ന് ഓർക്കുന്നുണ്ടാകും, CM-ൻ്റെ മീറ്റിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതെ, അന്ന് 2ാം കോവിഡ് വേവിൻ്റെ സമയത്ത് ഇവിടെ, അതായത് വാക്സിൻ അന്ന് എനിക്ക് തോന്നുന്നു ഈ ഫൈസറൊക്കെ മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ ആ വാക്സിൻ ഇവിടെ കൊണ്ടുവന്നിട്ട് IAVയിൽ തോന്നയ്ക്കലിൽ ഇത് നമ്മൾ ബോട്ടിലാക്കി അവർ കൊടുക്കും. ആ കമ്പനി തന്നെ കൊടുക്കും. അതാദ്യം തുടങ്ങിയിട്ട് പിന്നെ വാക്സിൻ ഉൽപ്പാദനം ഇവിടെ തുടങ്ങാമെന്നുള്ളതായിരുന്നു. പക്ഷേ എനിക്ക് ഉറപ്പാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു തുടക്കം തീർച്ചയായിട്ടും നമുക്ക് ഇടാനായിട്ട് കഴിയും. സമയം കുറച്ചുകൂടി നമുക്കുള്ളൂ. ഇപ്പോൾ നേരത്തെ മിനിസ്റ്റർ പറഞ്ഞതിൻ്റെ ഇടയിൽ വാക്സിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പരാമർശങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ സമൂഹം എന്നുള്ള രീതിയിൽ നമ്മളൊരു മനോഭാവത്തെ പറ്റിയായിരുന്നു ഡിസ്കസ് ചെയ്തത്. പല വാക്സിൻ പ്രിവെൻറ്റബിൾ ഡിസീസും, അതായത് പ്രതിരോധ കുത്തിവയ്പ്പുകളിലൂടെ നമ്മൾ ഉന്മൂലനം ചെയ്യുന്നു എന്ന് വിശ്വസിച്ചിരുന്നതും ഒക്കെ ആയിരുന്ന പല അസുഖങ്ങളും കേരളത്തിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ ഒരു ദൗർഭാഗ്യകരമായ സാഹചര്യം നമ്മളുടെ സാക്ഷരതയുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ ഒരു അവയർനെസ് കോഷ്യൻറ്റ്, പൊതുവിൽ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്, വിലയിരുത്തുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ നമ്മുടെ ഒരു ഭൗതിക നിലവാരത്തെ വെച്ചൊക്കെ പറയുമ്പോൾ മുന്നോട്ട് പോകേണ്ടത് പകരം പുറകോട്ട് പോകുന്ന സാഹചര്യമുണ്ടോ? പ്രത്യേകിച്ച് കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട് ഒരുപാട് തരത്തിൽ തെറ്റിദ്ധാരണ. ശരിയാണ്, ക്ലിനിക്കൽ ട്രയലിനുള്ള സമയം കുറഞ്ഞു എന്ന് നമുക്ക് തന്നെ ബോധ്യം വരും. കാരണം അത്രയും കാലയളവിനുള്ളിൽ അത് റിലീസ് ചെയ്യണം എന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് കുറഞ്ഞു എന്നല്ല അർത്ഥമാക്കേണ്ടത് എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തെടുക്കുന്നതിൽ പോലും നമ്മൾ പരാജയപ്പെടുകയും, അങ്ങനെ ഈ വാക്സിൻ പ്രിവെൻറ്റബിൾ ഡിസീസും കേരള സമൂഹവും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. എങ്ങനെയാണ് നമുക്കിതൊന്ന് അഡ്രസ്സ് ചെയ്യാൻ പറ്റുക? ആഗോളതലത്തിൽ തന്നെ ഇപ്പോൾ ചാലഞ്ചും ഉണ്ട്. അതായത് വാക്സിൻസിനെതിരെയുള്ള ഒരു പ്രതിരോധം ഒരു വിഭാഗം സ്വീകരിക്കുന്നുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് ഗ്രൂപ്പുകളുമുണ്ട്. കേരളത്തിൽ നമ്മൾ അടുത്തിടെ കണ്ടത് മീസിൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമ്മൾ അമ്പരന്ന് പോയൊരു സാഹചര്യമാണ്. അതായത് കുട്ടികൾക്ക് ഈ വാക്സിൻ എടുക്കുന്നതിന് വിമുഖത കാട്ടുകയാണ്, ഇത് എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കേരള സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് തന്നെ ഇവിടെ വാക്സിൻസ് പ്രചാരത്തിലുണ്ടായിരുന്നു. വാക്സിൻ എടുത്ത് ഇരുന്ന ഒരു ഭൂപ്രദേശമാണ് ഇവിടം. പക്ഷേ ഇത് ഒരു പൊതുബോധത്തിലുണ്ടായിട്ടുള്ള മാറ്റം മറ്റ് ചില ആശയങ്ങൾ ബോധപൂർവം വ്യക്തികളിലേക്കും
അല്ല ജനവിഭാഗങ്ങളിലേക്കും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതിനെങ്ങനെയാണ് നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുക? അത് ശാസ്ത്രീയമായിട്ടുള്ള ബോധവൽക്കരണത്തിലൂടെയാണ് നമുക്കത് പ്രതിരോധിക്കാനായിട്ട് കഴിയുക. അപ്പോൾ നമ്മൾ ഈ പേരൻസിനോട് പറഞ്ഞു, നിങ്ങളുടെ കുട്ടി മരണപ്പെടുന്നതാണോ നല്ലത്, അതോ നിങ്ങളുടെ കുഞ്ഞിന് വാക്സിൻ എടുക്കുന്നതാണോ നല്ലത്? ഒരുപാട് കേസസ് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പൊതുബോധം അത് കൂടുതൽ ശക്തിപ്പെടണം. നമ്മൾ ഈ പറഞ്ഞ മികവുകൾ, നമ്മുടെ ഈ ആരോഗ്യബോധ്യവും സാമൂഹിക ബോധ്യവും വിദ്യാഭ്യാസ മുന്നേറ്റത്തിനെയൊക്കെ പിന്നോട്ട് വലിക്കുന്ന ചില ആശയ പ്രചരണങ്ങൾ ഇതിനിടയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. അതിന് ശക്തമായിട്ടുള്ള ശരിയായ ആശയ പ്രചരണവും ശാസ്ത്രീയമായിട്ടുള്ള ബോധവൽക്കരണവുമാണ് അതിലാവശ്യമായിട്ടുള്ളത്. ഇക്ബാൽ സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ യുവാക്കളുമായി ബന്ധപ്പെടുത്തി കേരള ആരോഗ്യ മേഖലയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സാധ്യമാകുന്ന സംഘടനാ തലത്തിൽ തന്നെയുള്ള ഇടപെടലുകൾക്കുള്ള സാധ്യത എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ചോദ്യം, എങ്ങനെയാണ് യൂത്ത് മൂവ്മെൻറ്റുകൾക്ക് ഇപ്പം നേരത്തെ സൂചിപ്പിച്ച ഈ വസ്തുനിഷ്ഠമായി ചിന്തിക്കുക, ഒബ്ജക്റ്റിവിറ്റി കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന മാറ്റമാണ്. പക്ഷെ അതിനും അപ്പുറം ഈ ചെറുപ്പത്തിൻ്റെ എനർജിയെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ സംരക്ഷണത്തിലേക്ക് എന്താണ് ഒരു അടുത്ത വഴികാട്ടിയായി സൂചിപ്പിക്കാനുള്ളത്? സത്യത്തിൽ കേരളത്തിൻ്റെ ഭാവി പൊതുവെ പറയാറുണ്ട് എല്ലാ കാര്യത്തിലും യുവാക്കളുടെ പക്കലാണ്, ഒരു സംശയമൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയുന്നത് ഈ ന്യൂ ഇയർ ഒരു റെസൊല്യൂഷൻ ഈ 50 വയസ്സിന് താഴെയുള്ള ആളുകളുമായിട്ട് വർത്തമാനം പറയാതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് കാര്യമില്ല, 50 വയസ്സിന് മുകളിൽ വർത്തമാനം പറയാതെ. കാരണം യുവാക്കളോട്, കാരണം ഞാൻ ഒത്തിരി കമ്മിറ്റികളുടെ ചെയർപേഴ്സണായിട്ട് പ്രവർത്തിച്ചു. മിനിസ്റ്റർ കമ്പോയസായോ? അതെ, മിനിസ്റ്റർ അങ്ങനെയാണ് ആക്ച്വലി കൂട്ടാം. അപ്പോൾ ഈ ചെയർപേഴ്സൺ ആകുന്നത് പ്ലാനിംഗ് ബോർഡ് മെമ്പർ എന്നൊക്കെ ഉള്ള പരിഗണന വെച്ചിട്ടാണ്. പക്ഷേ ഇപ്പോൾ പ്രത്യേകിച്ച് കോവിഡിൻ്റെ നിയന്ത്രണത്തിന് വേണ്ടിയുള്ള സമിതിയിൽ ഞാൻ അംഗമായിരുന്നു. മുഖ്യമന്ത്രിയോടാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതിലുണ്ടായിരുന്ന എൻ്റെ മക്കളെക്കാൾ പ്രായം കുറഞ്ഞ യുവാക്കളിൽ നിന്ന് ഞാൻ എന്തെല്ലാം പഠിച്ചിട്ടുണ്ടെന്നറിയാം. സത്യത്തിൽ കോവിഡ് കാലത്ത് കോവിഡ് വിദഗ്ധ സമിതിയിലെ ഡോക്ടർ അരവിന്ദ്, പിന്നെ വൈറോളജി പ്രൊഫസർ ഡോക്ടർ അരവിന്ദ്, അല്ലെങ്കിൽ ഡോക്ടർ ചാന്ദിനി, കോഴിക്കോട്ടെ ഡോക്ടർ ചാന്ദിനി, അല്ലെങ്കിൽ രാഘേൽ ഗെയ്തോണ്ടെ പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ട് അച്യുതമേനോൻ സെൻറ്ററിലെ, ഇവരിൽ നിന്ന് ഞാൻ പഠിച്ചത്രയും പബ്ലിക് ഹെൽത്ത് പൊതുജനാരോഗ്യ തത്വങ്ങൾ ഞാൻ മെഡിക്കൽ കോളേജ് കാലത്ത് പഠിച്ചിട്ടില്ല. ഇപ്പം തന്നെ ഞാൻ വാക്സിൻ ഒരു കമ്മിറ്റിയുടെ ഞാനാണ്. വാക്സിൻ പോളിസി ഞങ്ങളിപ്പോൾ കൊടുത്തിട്ടുണ്ട്. സത്യം വാക്സിൻ പോളിസി കമ്മിറ്റി വേണമെന്ന് ഞാനാണ് നിർദ്ദേശിച്ചത്. അപ്പോൾ എൻ്റെ മനസ്സിൽ എൽഡർലി വാക്സിൻ എന്നുള്ള ഒരു കാര്യം മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ആ വാക്സിനിലെ ഡോക്ടർ ജയറാമനുമായിട്ടും ഒക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തെല്ലാം പുതിയ വിവരങ്ങളാണെന്നറിയോ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് യുവാക്കളുടെ കയ്യിലാണെന്നുള്ളത് അതിശോക്തിപരമായിട്ടുള്ള ഒരു കാര്യമല്ല, തീർച്ചയായിട്ടും അത് യാഥാർത്ഥ്യമാണ്. എനിക്ക് DYFI സുഹൃത്തുക്കളോട് പറയാനുള്ളത്, കേരളത്തിന് ആരോഗ്യ മേഖലയിൽ ഇനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ചികിത്സാപരമായിട്ട് നമ്മൾ വളരെ മുന്നോട്ട് പോയി. ഒരു രോഗി എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതും കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുക. 2008 കേട്ടോ, മിനിസ്റ്റർക്കറിയാവുന്ന അറിഞ്ഞുകൂടാ, ആലപ്പുഴ മെഡിക്കൽ കോളേജിന് തൊട്ട് മുമ്പിൽ തുഞ്ചൻ പറമ്പ് സ്മാരകത്തിൽ ഒരു പ്രസംഗത്തിന് വേണ്ടി ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് കടുത്ത ഹൃദയാഘാതം ഉണ്ടായത്. വളരെ സീരിയസാണ്, നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയും. പക്ഷേ അന്ന് അവിടെ ആൻജിയോഗ്രാമോ ഇല്ല. ത്രോംബലൈസ് ചെയ്തു, പുഷ്പഗിരി കൊണ്ടുപോയി ഭാഗ്യത്തിനെന്ന് റെസ്ക്യൂ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് രക്ഷപ്പെട്ടു. പക്ഷേ ഇന്നിപ്പം മിനിസ്റ്റർ പറഞ്ഞ പോലെ എല്ലാ മെഡിക്കൽ കോളേജും ജില്ലാ ആശുപത്രിയിലായി കഴിഞ്ഞു. അതിനുശേഷം ഞാനൊരു ആസ്മാറ്റിക്കും കൂടെയാണ്. അപ്പോൾ ഒരു ആസ്മ വരുമ്പോൾ ഈ നെബുലൈസ് ചെയ്യാമെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. ഞാൻ 2000 VC ആയിരുന്നപ്പോഴാണ് നെബുലൈസ് ചെയ്യുന്നത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ. ഇപ്പോൾ നമ്മുടെ പ്രാഥമിക ആരോഗ്യം എന്തെങ്കിലും നെബുലൈസ് ചെയ്യുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ സ്പേസർ, നിങ്ങളിവിടെ ആസ്മാറ്റിക് ഉണ്ടോയെന്ന് അറിയാം, സ്പേസർ നമ്മുടെ പ്രാഥമിക ആരോഗ്യം കൊടുക്കുന്നുണ്ട്. ആ രീതി നമ്മൾ വളർന്നിട്ടുണ്ട്. പക്ഷേ രോഗപ്രതിരോധം, ആരോഗ്യ വിദ്യാഭ്യാസം, ആരോഗ്യ പരിപോഷണം, ഇതിൽ നമ്മൾ പുറകോട്ട് പോയി. ആരോഗ്യ വിദ്യാഭ്യാസം കാരണം വളരെ തെറ്റിദ്ധാരണ. ഇപ്പം ഇത്രയധികം പൊതുജനാരോഗ്യ സംവിധാനം ഉണ്ടെങ്കിലും കേരളത്തിലെ പ്രമേഹം പോലുള്ള രോഗം നിയന്ത്രിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ 40% ഉള്ളൂ. നമ്മളെ ഇന്ന് പ്രാഥമിക ആരോഗ്യത്തിലൊക്കെ പണ്ട് ഒരാഴ്ചത്തെ മരുന്നേ കൊടുക്കൂ. ഇപ്പോൾ 1 മാസത്തെ മരുന്ന് കൊടുക്കുന്നുണ്ട് അല്ലേ? 1 മാസത്തെ ക്രോണിക് ഡിസീസിന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 40% ഉള്ളൂ കംപ്ലയിൻസ് എന്ന് പറയും. അതിന് കാരണം എന്താ? കുറേ കഴിയുമ്പം ചികിത്സ കഴിയുമ്പോൾ ആളുകൾ പറയും മറ്റൊരു ചികിത്സ എന്ന് പറയും, അങ്ങോട്ട് പോകും. ഒരു ഒറ്റമൂലി പറയും, അങ്ങോട്ട് പോകും. വാട്സാപ്പിൽ ഇതെല്ലാം പോസ്റ്റ് ചെയ്യും, വാട്സാപ്പ് കൺസൾട്ടേഷൻ നടത്തും. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിസ്സാരമായ രോഗപ്രതിരോധ നടപടികളിലൂടെ കേരളം ഇന്ന് നേരിടുന്ന ഒട്ടനവധി രോഗങ്ങളെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ കഴിയും. വാക്സിനേഷൻ അടക്കം. വാക്സിനേഷൻ്റെ കാര്യത്തിൽ പകർച്ചവ്യാധിക്ക് മാത്രമല്ല, ക്യാൻസറിനും വാക്സിനാണിപ്പോൾ. ദ ഫ്യൂച്ചർ ഈസ് ഫോർ വാക്സിൻസ്. ഇപ്പോൾ സർവൈക്കൽ ക്യാൻസർ, ലങ് ക്യാൻസർ, ഇതിനൊക്കെ വാക്സിൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിയിട്ടുള്ള ഒരു വലിയ ജനകീയ പ്രസ്ഥാനം കേരളത്തിൽ ഉയർന്നു വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. ജനകീയ ആരോഗ്യ വിദ്യാഭ്യാസ ഒരു പരിപാടി നമുക്ക് ആവിഷ്കരിക്കണം. നമ്മുടെ സാക്ഷരതാ പ്രസ്ഥാനം പോലെ
ആരോഗ്യവകുപ്പ് നടത്തുന്ന പ്രവർത്തനത്തിനോട് സഹകരിച്ചുകൊണ്ടും അതിനെ പരിപോഷിപ്പിച്ചുകൊണ്ടും നമുക്ക് വലിയൊരു പ്രസ്ഥാനം രൂപപ്പെട്ടു വരണം. ശാസ്ത്ര സംഘടനകൾ, നമ്മുടെ ഇവിടെ ആണെങ്കിൽ പ്രായാധികമുള്ളവരുടെ നിരവധി സംഘടനകളുണ്ട്, അലുമിനി അസോസിയേഷൻസ് ഉണ്ട്, നിരവധി സംഘടനകളുള്ള ഒരു പ്രദേശമാണ് കേരളം. അപ്പോൾ ആ സംഘടനകളെല്ലാം ഒരുമിപ്പിച്ചുകൊണ്ട് ആരോഗ്യ വിദ്യാഭ്യാസത്തിനും രോഗപ്രതിരോധത്തിനും ആരോഗ്യ പരിപോഷണത്തിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ള വലിയ ഒരു ക്യാമ്പയിൻ കേരളത്തിൽ ആരംഭിക്കണം. അത് DYFA അതിന് നേതൃത്വം കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ ദയവായിട്ട് ഇത് വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യണം. ഞാൻ അവരുടെ നേതാക്കളൊക്കെ ഇപ്പോൾ കണ്ടിരുന്നു, അവരുമായിട്ട് സംസാരിക്കാം. അങ്ങനെ അല്ലാതെ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം നമ്മുടെ ആഹാര രീതികളിൽ മാറ്റം വരുത്തണം, വ്യായാമത്തിൻ്റെ പ്രസക്തി, വാക്സിനേഷൻ്റെ കാര്യം, ജീവിത രീതിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇന്ന് വിദ്യാസമ്പന്നർക്ക് പോലും അറിഞ്ഞുകൂടെന്നാണ് ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യം കൊണ്ടേ ലോകത്തെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ പറ്റത്തുള്ളൂ. വെരി വൈബ്രൻറ്റ് പബ്ലിക് ഹെൽത്ത് ബേസ്ഡ് അപ്പോൺ സൗണ്ട് സയൻസ്. സുശക്തമായ ശാസ്ത്രീയ ബോധത്തിൻ്റെ അടിത്തറയുള്ള പൊതുജനാരോഗ്യ സംവിധാനത്തിന് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ കേരളം എന്താ പറയുക, ചത്തതിനൊക്കുമോ ജീവിച്ചിരിക്കും എന്ന് പറഞ്ഞ് സർക്കാരിന് പോകാമെന്നൊരു പരിധിയുണ്ട് അല്ലേ. ദേഹം സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞു, ഇതിൽ കൂടുതൽ മുടക്കാൻ പറ്റുമോ? ഓരോ പെറ്റ് സ്കാൻ വന്നു കഴിഞ്ഞു തിരുവനന്തപുരത്ത്. എൻ്റെയൊക്കെ ഒരു സ്വപ്നമായിരുന്നു ഈ പെറ്റ് സ്കാൻ കാണുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. രോഗം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. മാത്രമല്ല കേരളത്തിനൊരു ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട്. ലോകം എല്ലാ രാജ്യങ്ങളുമായിട്ട് നമ്മൾ ബന്ധിതമാണ്. ആൾക്കൂട്ട സന്ദർഭങ്ങൾ ഏറ്റവും അധികമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. രോഗം പെട്ടെന്ന് വ്യാപിക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ പരിഗണിച്ച് ആരോഗ്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞത്തിൻ്റെ മാതൃകയിൽ വലിയൊരു ജനകീയ പ്രസ്ഥാനം മുന്നോട്ട് വരണം. അതിൽ യുവാക്കൾ നേതൃത്വം കൊടുക്കണം. അതിൽ പ്രധാനപ്പെട്ട ഇന്നത്തെ യുവാക്കളെ ഏറ്റവും വൈബ്രൻ്റ് ആയിട്ടുള്ള, ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം എന്നുള്ളതിൽ DYFA നേതൃത്വം കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മിനിസ്റ്ററുടെ അടുത്ത് ഒന്ന് സമപ്പ് ചെയ്യുന്നതിന് വേണ്ടി, മിനിസ്റ്റർ, നമ്മൾ ഇത് ആരോഗ്യം എന്ന് പറയുമ്പോൾ വെൽബീയിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, വെൽനെസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ഈ കൺസെപ്റ്റുകളിലേക്കൊക്കെ നമ്മുടെ ആയുർവേദത്തെയും ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ മറ്റ് വിഭാഗങ്ങളെയും ഒക്കെ ചേർത്ത് സമഗ്രമായി കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തെ, ഭൂസവിശേഷതയെ ഒക്കെ ഉപയോഗപ്പെടുത്തി നമ്മൾ മെഡിക്കൽ ടൂറിസം എന്ന വാക്കൊക്കെ എത്രയോ കാലമായി കേൾക്കുന്നു. അതിൻ്റെ ഒരു സാധ്യതകളെ, നമ്മുടെ ഉള്ള മെഡിക്കൽ നോളജിൻ്റെ അതുപോലെ തന്നെ ഫെസിലിറ്റിയുടെ ഒക്കെ ഒരു കപ്പാസിറ്റിയെ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്ത് ഉപയോഗപ്പെടുത്തുന്നതിൻ്റെയൊക്കെ ഭാഗമായി അത്തരത്തിലുള്ള എന്ത് തരത്തിലുള്ള ഒരു മാറ്റമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും ചെയ്ത് 30 വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകളും ആനുവൽ ഹെൽത്ത് ചെക്കപ്പിന് വിധേയമാകണം എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് വീടാനത്, അതായത് നമ്മൾ ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധിയാണ് സാർ പറഞ്ഞതുപോലെ. ഓരോ വീട്ടിലും ചെന്ന് നമ്മുടെ ആശമാർ ഈ ഡേറ്റ എടുക്കും. ആ ഡേറ്റ അതിൻ്റെ സ്വകാര്യത സൂക്ഷിക്കും. സ്റ്റേറ്റ് ഡേറ്റാ സെൻറ്ററിലാണ് അത് സൂക്ഷിക്കുന്നത്. പ്രമേഹമുള്ളവർ, രക്തസമ്മർദ്ദമുള്ളവർ, ഇനി റിസ്ക് കൂടി അനലൈസ് ചെയ്യും. ഒബീസിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ മറ്റ് ഫാക്ടേഴ്സ് കണക്കിലെടുത്ത് ഹൃദ്രോഗം, ക്യാൻസർ, ഇത് 2ാമത്തെ വർഷമാണ്. അതായത് കഴിഞ്ഞ വർഷം 30 വയസ്സിന് മുകളിലുള്ള മുഴുവൻ ജനവിഭാഗങ്ങളിലും നമ്മൾ പരിശോധന നടത്തി. നമ്മൾ കണ്ട ഒരു കാര്യം, നേരത്തെ ഹൈപ്പർ